ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മാനേജ്മെൻറ്റ് ഓഫ് ചലഞ്ച്ഡ് ചിൽഡ്രൻ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, മാനേജ്മെൻറ്റ് ഓഫ് ചലഞ്ച് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെൻ്റൽ റിട്ടാർഡേഷന്, അതുപോലെയുള്ള മറ്റുള്ള ഡിസബിലിറ്റീസ്, ഹാൻഡിക്യാപ്പ്, ഇമ്പയർമെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കുട്ടികളുണ്ട്. അതായത് നിങ്ങൾ ഒരു മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ പഠിച്ചു കാണും. അതുപോലെ തന്നെ അന്ധര്, മൂകര്, ബധിരര്, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. പിന്നെ പോളിയോ മൈലൈറ്റിസ് വന്നവർ, നടക്കാൻ കഴിവില്ലാത്തവർ, പിന്നെ ജന്മനാ തന്നെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ കെയർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്, മാനേജ്മെൻറ്റ് ഓഫ് ചലഞ്ച് ചിൽഡ്രൻ എന്ന് പറയുന്നതിനകത്ത്. ഓക്കെ, അപ്പം അതിനകത്ത് ആദ്യമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതിനകത്ത് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഹാൻഡിക്യാപ്സ്, പിന്നെ ഇറ്റിയോളജി ഓഫ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ, പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫാമിലീസ്, വാട്ട് ആർ ദ ട്രെൻഡ്സ് ഇൻ കെയർ ഓഫ് ദീസ് ചിൽഡ്രൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഇത് പഠിക്കാനുള്ളത്. പക്ഷേ മിക്കപ്പോഴും ഇത് ഷോർട്ട് നോട്ടിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റനാണ്, മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഡെഫിനിഷന്, ടൈപ്സ് ഓഫ് ഹാൻഡിക്യാപ്സ്, ഇറ്റിയോളജി ഓഫ് ഹാൻഡിക്യാപ്പ്, പ്രോബ്ലംസ് ഓഫ് ഫേസ്ഡ് ഫാമിലീസ്, ട്രെൻഡ്സ് ഇൻ കെയർ, ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ നോക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള ചിൽഡ്രൻ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പീഡിയാട്രിക്സിലൊരു പ്രോബ്ലം തന്നെയല്ല. കാരണം അവർക്ക് ജന്മനാഥ ഒന്നുകിൽ അവരുടെ പ്രോബ്ലം ഐതർ എന്തെങ്കിലും ഡിസീസ് കൊണ്ടുണ്ടായതാകാം, അതല്ലെങ്കിൽ ഇപ്പം തന്നെ പോളിയോ മൈലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോളിയോ വരുന്നതുകൊണ്ടല്ലേ, അത് ജന്മന ഉണ്ടാകുന്ന രോഗമല്ലല്ലോ. പോളിയോ എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോളിയോ മൈലൈറ്റിസ് ഉണ്ടാകുന്നത്. അവർ പാരലൈസ്ഡായി പോവുകയൊക്കെ ചെയ്യും. പിന്നെ അതുകൂടാതെ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറിയും അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാകാം. അതൊക്കെ എന്ന് പറയുമ്പം അക്വയർഡാണ്. പിന്നെ കൺജനിറ്റൽ, ജന്മനാ തന്നെ കുട്ടികൾ ജനിക്കുമ്പം തന്നെ അവർ അംഗവൈകല്യത്തോടെ ജനിക്കുന്നവരുണ്ട്. അതിന് ജനറ്റിക് പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇമ്പയർമെൻറ്റോ ഒക്കെ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം തന്നെ ഡിസേബിൾഡ് കാറ്റഗറി അല്ലെങ്കിൽ ഇമ്പയർഡ് കാറ്റഗറി ഡിസബിലിറ്റി ഉള്ള പേഴ്സണെ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പഠിപ്പിച്ചായിരുന്നു, അല്ലെങ്കിൽ WHO ഇതിൽ നേതൃത്വത്തിൽ വേൾഡ് ഹെൽത്ത് ഡേയിൽ ഒരു പ്രാവശ്യം ഡിസേബിൾഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്നും, അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങൾ, റൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇതിനകത്ത് കുട്ടികൾക്ക് രോഗത്തോടു കൂടി ഡിസേബിൾഡ് ആയാലും ജന്മനാ തന്നെ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് ഉണ്ടായാലും, അതിന് ജനിച്ച് കഴിഞ്ഞ് ഹാൻഡിക്യാപ്പ് ഉണ്ടായാലും എന്തായാലും അത് കുട്ടികൾക്ക് ഉണ്ടായത് അവരുടെ കുഴപ്പം കൊണ്ടുണ്ടായ ഒരു കാര്യമേ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സാധാരണ ഒരു പൗരനെ പോലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിനെ സമൂഹം ആകമാനം ആ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് നിയമങ്ങൾ പോലും നമ്മുടെ ഇതിൽ ഭരണഘടനയിലും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റൽ ഇംപ്ലിമെൻറ്റേഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബസ്സിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ കണ്ടില്ല, സീറ്റ് അവർക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചേക്കുന്നു. അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഡിസേബിൾഡിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രത്യേക സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ തന്നെ ജോലിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര % ഓഫ് സീറ്റ് ഇറ്റ് ഈസ് ഫോർ ഡിസേബിൾഡ് എന്നൊക്കെ കാണാറുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം കുട്ടികൾ അങ്ങനെ സംഭവിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കത്തില്ല, അവരുടെ ഒരു പ്രോബ്ലം കൊണ്ട്. ഇപ്പോൾ തന്നെ നമ്മളൊരു ആൽക്കഹോളിക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലമോ കോംപ്ലിക്കേഷനോ വന്നാൽ അയാൾ ആൽക്കഹോൾ കഴിച്ച് അങ്ങനെ ആയതുകൊണ്ടല്ലേ. അതേസമയം ഇത് ഡിസബിലിറ്റി എന്ന് പറയുന്നതൊന്നും അങ്ങനെയുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർക്ക് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇപ്പം ഈവൻ ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല, ഒരു കൺട്രിയിൽ മാത്രമല്ല, ലോകത്താകമാനം ഈ ഡിസേബിൾഡ് കാറ്റഗറിക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ കെയറിലും പ്രൊട്ടക്ഷനിലും ഒക്കെ തന്നെ. അപ്പോഴേ ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഇമ്പയർമെൻറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കണം. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് മൂന്നും തന്നെ മോറല്ല സെയിം ആണ്. പക്ഷേ അതെങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളതിനകത്ത് ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇമ്പയർമെൻറ്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എനി ലെസ് ഓർ അബ്നോർമാലിറ്റി ഓഫ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ. ഓക്കെ, എനി ലെസ് അല്ല, എനി ലോസ് ഓർ അബ്നോർമാലിറ്റി ഓഫ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ ഈസ് കോൾഡ് ഇമ്പയർമെൻറ്റ്. എനി ലോസ് ഓർ അബ്നോർമാലിറ്റി ഇൻ ദ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഇമ്പയർമെൻറ്റ്. ഓക്കെ, പിന്നെ അടുത്തത് ഡിസബിലിറ്റി എന്താണെന്ന് നോക്കാം. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് ഡ്യൂ ടു ഡിസീസ്. ഓക്കെ,
ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് ഡ്യൂ ടു ഡിസീസിനാണ് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ എല്ലാം സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതിന് കുറേ കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളത് കൊണ്ട്, പക്ഷേ ഇതിനകത്ത് അതിൻ്റെ റൈറ്റ് മീനിങ് വരുന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഓർക്കാൻ എളുപ്പമാണ്. ഇറ്റ് റെഫേഴ്സ് ടു ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് ഡ്യൂ ടു ഡിസീസ്, അതാണ് ഡിസബിലിറ്റി. ഈ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഫേസ്ഡ് ബൈ എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ഇൻ ഫുൾഫില്ലിങ് ദ നോർമൽ റോൾസ്. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ദൈനംദിന ജീവിത കാര്യത്തിലും അതുപോലെ അയാളുടെ റോൾ അല്ലെങ്കിൽ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിന് കഴിയാത്ത വിധത്തിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുക അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാൻഡിക്യാപ്പ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡെഫിനിഷൻ കുറേ കൂടെ ഇതായിട്ട് നിങ്ങൾ ഒരുപക്ഷെ മെൻ്റൽ റിട്ടാർഡേഷൻ പഠിച്ചപ്പോഴും ഒക്കെ പഠിച്ചു കാണും. അപ്പം ഹാൻഡിക്യാപ്പ് ഈസ് എ റെസ്ട്രിക്ഷൻ ഫേസ്ഡ് ബൈ എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ഇൻ ഫുൾഫില്ലിങ് ദ നോർമൽ റോൾസ്. മനസ്സിലായോ? അതാണ് ഹാൻഡിക്യാപ്പ്, ഫുൾഫില്ലിങ് ദ നോർമൽ റോൾസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഹാൻഡിക്യാപ്പ് എത്രയുണ്ടെന്ന് നോക്കാം. എൻ്റെ ക്ലാസിഫിക്കേഷൻ, ഈ ടൈപ്സ് ഓഫ് ഹാൻഡിക്യാപ്സ് വരുന്നത് അതിനകത്ത് മെയിൻലി ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്, മെൻ്റൽ ഹാൻഡിക്യാപ്പ് ആൻഡ് സോഷ്യൽ ഹാൻഡിക്യാപ്പ്, അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. അല്ല, ആദ്യത്തെ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്നതാണ് ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, നംനെസ്, ദെൻ ക്രിപ്പിൾഡ് ഡ്യൂ ടു പോളിയോ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, ബേൺസ് എക്സെട്ര. അത്രയാണ് ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് വരുന്നത്. ഏതൊക്കെയാണ് ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്? ബ്ലൈൻഡ്നെസ്, അതായത് അന്ധത, പിന്നെ ഡെഫ്നെസ്, ബധിരത, പിന്നെ ഡംനെസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള കഴിവില്ലായ്മ, പിന്നെ ഡെഫ് മ്യൂട്ടിസം എന്ന് പറയുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനകത്ത് ഇവർ കേൾക്കാനും കഴിയില്ല, അവർക്ക് സംസാരിക്കാനും കഴിയില്ല. മറ്റേത് ഡെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാൻ കഴിവില്ല, പക്ഷേ സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കും. അതേസമയം ഡംനെസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ കഴിവ് കാണും, ചിലപ്പോൾ സംസാരിക്കാൻ കഴിവില്ലായിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഡെഫ് മ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ ഈ രണ്ടും അവർക്ക് ഇമ്പേർഡാണ്, അതായത് കേൾക്കാനും കഴിയില്ല, അവർക്ക് സംസാരിക്കാനും കഴിയില്ല. പിന്നെ ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അംഗവൈകല്യം ഉണ്ടാകുക. എങ്ങനെയാണ്? ഒന്നിൽ പോളിയോ വന്നോ, അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക്, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ല, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് എന്തെങ്കിലും വന്ന് ഒന്നുകിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ കാലിൻ്റെയോ കൈയുടെ എവിടെയെങ്കിലുമൊക്കെ ഓർത്തോപെഡിക് പ്രോബ്ലം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് നടക്കാൻ വയ്യാതൊക്കെ ആയിപ്പോവുക. അപ്പോൾ ചിലപ്പോൾ ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ പറയുന്ന എല്ലും ഒക്കെ പൊടിഞ്ഞ് അവർക്ക് കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലാകാം, അങ്ങനെയൊക്കെ ആകാം. സാധാരണ ഒരു ഇഞ്ചുറിയോ ഒരു ഓർത്തോപെഡിക്ക് ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ട്രീറ്റ് ചെയ്ത് ഓക്കെ ആക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില കണ്ടീഷൻസിൽ അത് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻസും ഉണ്ട്. പിന്നെ ഹെഡ് ഇഞ്ചുറി വന്നാലോ? ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ പറയുന്ന ഔട്ട്സൈഡ് ബ്രെയിൻ്റെ ഔട്ട്സൈഡ് കവറിങ് ആയിട്ടുള്ള ക്രേനിയത്തിലൊക്കെ ഇഞ്ചുറി വന്നിട്ട് ക്രേനിയത്തിൻ്റെ ബോണൊക്കെ അതിനകത്തോട്ട് കയറി പോവുക, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ലാസറേറ്റഡ് ആയി പോവുക, പിന്നെ സെറിബ്രൽ എഡീമ ഉണ്ടാകുക, പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആകുക, പിന്നെ അവർക്ക് തിരിച്ച് പഴയ ലൈഫിലേക്ക് നല്ലപോലെ വരാനൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. മനസ്സിലായി? അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പക്ഷേ മോണോപ്ലീജിയ അല്ലെങ്കിൽ ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ ഈ പറയുന്ന കണ്ടീഷനിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അക്വേർഡ് ഇമ്പയർമെൻ്റ് ആണ് ഇതൊക്കെ. മനസ്സിലായോ? ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ കൂടെ വരുന്ന, അല്ലെങ്കിൽ ബേൺസ് ഉണ്ടാകുക. ബേൺസ് ഉണ്ടാക്കിയിട്ട് പെർസെൻറ്റേജ് ഓഫ് ബേൺസ് അനുസരിച്ച് അവർക്ക് പല ഡിസബിലിറ്റി ഉണ്ടാകാം. കൺട്രാക്ചർ ഫോർമേഷന്, അല്ലെങ്കിൽ മുഖത്തൊക്കെ ആവുന്നെങ്കിൽ അവർക്ക് ചിലപ്പം ചില സെൻസ് ഓർഗൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഈ ബേൺസ്, ആർട്ടിയോ, പോളിയോ ഇതൊക്കെ പറയുന്ന അക്വേർഡ് കണ്ടീഷനാണ്. അതല്ലാതെ ക്രിപ്പിൾഡ് കണ്ടീഷനും ഉണ്ടാകാം. അതല്ലാതെ ജന്മന ഉള്ള കണ്ടീഷനിൽ അനോമലീസും ഉണ്ടാകാം. പിന്നെ മെൻ്റൽ ഹാൻഡിക്യാപ്പ്, അതിനകത്ത് വരുന്നതാണ് മെൻ്റൽ റിട്ടാർഡേഷനും സെറിബ്രൽ പാൾസി. മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് ബുദ്ധിമാന്ദ്യം. അത് നിങ്ങൾ വേറൊരു ചാപ്റ്ററിൽ പഠിച്ച് കാണും, എനിക്ക് തോന്നുന്നു. അത് ഗായത്രി മാഡം പഠിപ്പിച്ചിട്ടുണ്ടാകും മെൻ്റൽ റിട്ടാർഡേഷൻ. അതിനകത്ത് പലതരം ഉണ്ട് അല്ലേ? ഐക്യുവിൻ്റെ ഡെഫിഷ്യൻ്റ് ഐക്യു ആണ്. അവർ ബിലോ 70 പോകുമ്പോഴേ നമ്മളെപ്പോഴും മെൻ്റലി റിട്ടാർഡ് എന്ന് പറയുന്നുള്ളൂ. പക്ഷേ അതിനെ വീണ്ടും ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്, അങ്ങനെ. അപ്പോൾ ആ മെൻ്റൽ റിട്ടാർഡേഷൻ ഇതിന് മെൻ്റൽ ഹാൻഡിക്യാപ്പ് തന്നെ. അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, അതും മെൻ്റൽ ഹാൻഡിക്യാപ്പിൽ വരുന്ന. ഇത് രണ്ടുമാണ് മെയിൻലി ഉള്ള, മെൻ്റൽ റിട്ടാർഡേഷനും സെറിബ്രൽ പാൾസി. ഈ മെൻ്റൽ റിട്ടാർഡേഷനെ പറ്റി ഞാൻ നേരത്തെ കുറച്ച് ഭാഗമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഗായത്രി അടുത്ത ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പം ഇതിനകത്ത് മെൻ്റൽ ഹാൻഡിക്യാപ്പ് മെയിൻലി പഠിക്കാനുള്ള സെറിബ്രൽ പാൾസിയാണ്.
അത് പിന്നെ അപ്പം ഫിസിക്കലുമായി മെൻ്റലി ആയി. അടുത്തത് സോഷ്യൽ ഹാൻഡിക്യാപ്പ്. ഈ സോഷ്യൽ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് വന്നതായിട്ട് ഞങ്ങളുടെ സോഷ്യൽ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള ഹാൻഡിക്യാപ്പ് ഒന്നും അല്ല. അവർ ആ കാര്യത്തിലൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ അവർക്ക് വേറെ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അവർ ഓർഫണാകുക. ഓർഫൺ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് നോക്കാനും അവരെ പരിചരിക്കാനും ഒന്നും അച്ഛനോ അമ്മയോ ആരും ഇല്ലാതെ തന്നെ ഉള്ള ഒരു അഗതിയാകുന്ന ഒരവസ്ഥ, അതാണ് ഓർഫൺ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് നെഗ്ലക്റ്റഡ് ഓർ അബ്യൂസ്ഡ് ചിൽഡ്രൻ, അതായത് അവർ അബ്യൂസ്ഡ് ആണ്. അതായത് അച്ഛനും അമ്മയും ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകാം അവർക്ക്, അല്ല ഒരുപക്ഷെ അച്ഛനും അമ്മയും തമ്മിൽ നല്ല ടേംസിലല്ല, അവർ മാറി താമസിക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളെ ആര് നോക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പം ചിലപ്പം അവർക്ക് കിട്ടേണ്ട കെയർ കിട്ടാതെ പോകാം പേരൻസിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ അവരെ നെഗ്ലക്റ്റഡ് ചൈൽഡ് എന്ന് പറയാം. അതുപോലെ തന്നെ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും കാരണവശാൽ താമസിക്കാനുള്ള പ്രൊട്ടക്ഷനും ഒന്നും കൊടുക്കാനുള്ള ജീവിത സാഹചര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അവരെ മറ്റുള്ളവർ ഹരാസ് ചെയ്യുക, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷ കേൾക്കാറില്ലേ, പീഡിപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലുള്ളവരാണ് അതും അബ്യൂസ്ഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതും പേരൻസിൻ്റെ പ്രോപ്പർലി ഉത്തരവാദിത്വത്തോടെ കുട്ടികളെ വളർത്താത്ത കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ് അബ്യൂസ്ഡ് ചിൽഡ്രൻ ആകുക എന്നുള്ളത്. നെഗ്ലക്റ്റഡ് ചൈൽഡും അതുപോലെ തന്നെയാണ്. അവർക്കും കിട്ടേണ്ട ലവ് ആൻഡ് അഫെക്ഷൻ പേരൻസിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണ് നെഗ്ലക്റ്റഡ് ചൈൽഡ് ഉണ്ടാകുന്നത്. പിന്നെ ചിൽഡ്രൻ ഓഫ് ഡൈവോഴ്സ്ഡ് പേരൻസ്. ഡൈവോഴ്സ്ഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർ ഡൈവോഴ്സ് ആയിട്ട് ലീഗലി ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോ വ്യക്തിക്കും മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ലല്ലോ. അപ്പോൾ അവർ പിന്നെ വേറെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഇരിക്കുക. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ഉത്തരവാദിത്വം ആരെടുക്കും, അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഓരോരുത്തരും വേറെ വേറെ കല്യാണം, അച്ഛനും അമ്മയും വേറെ വേറെ കല്യാണം കഴിച്ചാൽ അവർക്ക് വേറെ കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നേരത്തെ ഉള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ പ്രോപ്പർ കെയർ കിട്ടണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അവർ ഒരുപക്ഷെ അനാഥരായി പോവുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഫോസ്റ്റർ ഹോംസിലൊക്കെ കൊണ്ടുവിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ അബ്യൂസ്മെൻറ്റിനും നെഗ്ലക്ഷനും ഒക്കെ അവരതിന് പാത്രമാകും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഡെലിക്വൻ്റ് ചിൽഡ്രൻ, അത് പറഞ്ഞാലും ഈ പറയുന്ന അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഡെലിക്വൻ്റ് എന്ന് പറഞ്ഞാൽ അവർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതിനെ കൺസിഡർ ചെയ്യുന്ന അപ് ടു 12 years ഒക്കെയാണ്. അതിനകത്ത് അവർ ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിലൊക്കെ ചെന്നുപെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പ്രായപൂർത്തിയായ ആൾക്കാരല്ലാത്തത് കൊണ്ട് അവർക്കൊരു കൺസിഡറേഷൻ ലോ കൊടുക്കുന്നുണ്ട്. അതായത് അവരെ പണിഷ് ചെയ്യത്തില്ല, ശിക്ഷിക്കത്തില്ല, പക്ഷേ അവരെ പ്രത്യേകം അവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ജീവിക്കാൻ അലവ് ചെയ്തിട്ട് അവരെ ഒബ്സർവ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അവർക്ക് അവരുടെ ആ ഒരു ബാഡ് ഹാബിറ്റ് ഒന്ന് മാറ്റി റിഫൈൻഡ് ആകാനോ നല്ലതാക്കി എടുക്കാനോ ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയാണ് അവരെ ഈ പറയുന്ന ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറയും. മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ളതൊക്കെ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ അവർ കുറച്ച്, എന്നിട്ട് അവരെ ഒരു പ്രൊപ്പറേഷൻ്റെ ഓഫീസറിൻ്റെ അണ്ടർ സ്ട്രിക്റ്റ് സർവൈലൻസിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവർ പഴയ ആ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആ ഒരു കുറ്റബോധം കൊണ്ട് അവരുടെ പഴയ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ മോഡിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് നല്ല വ്യക്തികളായി തീരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ ഇറ്റിയോളജി ഓഫ് ഹാൻഡിക്യാപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടർ, അതായത് അതായത് ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ആണെങ്കിലും മെൻ്റൽ ഹാൻഡിക്യാപ്പ് ആണെങ്കിലും സോഷ്യൽ ഹാൻഡിക്യാപ്പ് എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് ജനറലി പറയുന്നുണ്ട്. ഇതിന് ഓരോന്നിനും സ്പെസിഫിക് റീസൺ വേറെ ഉണ്ട്, പക്ഷേ എന്നാലും ജനറലായിട്ട് ഹാൻഡിക്യാപ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ജനറൽ കോസസിനകത്ത് ഫസ്റ്റ് വൺ, handicaps are either congenital or acquired which can be caused due to many factors. അതായത് ഐദർ ഇത് ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ജനിച്ചപ്പോൾ തന്നെ ഉള്ളതും ആകാം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്നത് അവർ അക്വയർ ചെയ്തെടുക്കുന്നതും ആകാം. എന്തായാലും അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ, പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ശരിക്കും ഞാൻ ഈ കൺജനിറ്റലിൻ്റെ കൂടുതലും പറയുന്നത്, അത് പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ, ഗർഭം ആകുന്നതിന് മുമ്പേ തന്നെ ചില കാരണങ്ങൾ കൊണ്ട് ആ സ്ത്രീക്ക് ഉണ്ടാകാവുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രീ കൺസെപ്ഷണൽ കെയർ ഫാക്ടേഴ്സ്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. അതാണ് കൺസെപ്ഷൻ.
അപ്പം ഗർഭം ധരിച്ചു കഴിഞ്ഞ് ഗർഭത്തിൽ കിടക്കുമ്പം കുട്ടികൾക്ക് ചില പ്രോബ്ലം ഉണ്ടാകാം. അതിന് മുമ്പേ, ഈ ഗർഭമാകുന്നതിന് മുമ്പേ തന്നെ ഈ അമ്മ ഒരു ലേഡിയാണ്, ഒരു വിമൺ, അവർക്ക് പ്രീ കൺസെപ്ഷണലായിട്ടുള്ള ചില ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. അതാണ് പ്രീ കൺസെപ്ഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് ആൻറ്റിനേറ്റൽ ആൻഡ് ഇൻട്രാനേറ്റൽ ഫാക്ടേഴ്സ്. ആൻറ്റിനേറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ANTE ആണ്, ANTI അല്ല. ആൻറ്റിനേറ്റൽ നേറ്റൽ മീൻസ് ചൈൽഡ് ബർത്ത് എന്നർത്ഥം. ആൻറ്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ കുട്ടി ജന്മം ആകുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ കുട്ടിയെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാകുന്ന, കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന ആ പീരീഡിനാണ് ആൻറ്റിനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ പെരിനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രാനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഡെലിവർ ചെയ്യുന്ന ആ സമയത്തിനാണ് ഇൻട്രാനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു പീരീഡും കൂടെ ഉണ്ട്, പോസ്റ്റ്നേറ്റൽ. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞുള്ള കണ്ടീഷനാണ് പോസ്റ്റ്നേറ്റൽ, അവസ്ഥയാണ് പോസ്റ്റ്നേറ്റൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രഗ്നൻസിയുമായിട്ടും ഡെലിവറിയായിട്ടും ഈ പറയുന്ന മെക്കാനിസംസിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയൊക്കെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആൻറ്റിനേറ്റൽ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ANTE. ആൻറ്റിനേറ്റൽ മീൻസ് ബിഫോർ ചൈൽഡ് ബർത്ത്. ഇൻട്രാനേറ്റൽ മീൻസ് അല്ലെങ്കിൽ പെരിനേറ്റൽ എന്നും അതിന് പറയാം. അത് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് എന്നുള്ള സമയം, അതായത് പ്രസവം നടക്കുന്ന സമയത്തെ പീരീഡിനെയാണ് ഇൻട്രാനേറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില ഫാക്ടേഴ്സ്, ഇൻട്രാനേറ്റൽ ടൈമിലും ചില അബ്നോർമൽ ഫാക്ടേഴ്സ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ആൻറ്റിനേറ്റൽ സമയത്ത് ചില അബ്നോർമൽ കാര്യങ്ങളൊക്കെ നടന്നാൽ, അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ ഫാക്ടേഴ്സ്, കുട്ടി ജന്മം എടുത്ത് കഴിഞ്ഞതിന് ശേഷവും ചില കാരണങ്ങൾ ഈ പറയുന്ന ഹാൻഡിക്യാപ്സിന് ഇറ്റിയോളജിക്കൽ ഫാക്ടറായിട്ട് വരാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മെയിൻലി. നമുക്ക് ഇനി പ്രീ കൺസെപ്ഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക, അമ്മ കുട്ടിയെ ഗർഭം ധരിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു സ്ത്രീയാണല്ലോ എപ്പോഴും അമ്മയാകാൻ പോകുന്നത്, ആ സ്ത്രീയിൽ ഉണ്ടാകാവുന്ന ചില കാരണങ്ങൾ, ആ സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ അനോമലീസ് ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രീ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിനകത്ത് പ്രീ കൺസെപ്ഷനൊക്കെ അതിനകത്ത് മെയിൻലി വരുന്നതാണ് നമ്മൾ ചില ജെനറ്റിക് ഫാക്ടേഴ്സ്, ക്രോമോസോമൽ ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെ ചിലത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട് വാട്സാപ്പ് വഴി വിട്ടായിരുന്നു. കാരണം ഇന്നലെ എനിക്ക് കോളേജിൽ പോകണമായിരുന്നു, ഇൻവിജിലേഷൻ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഫോൺ എടുത്ത് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ടാണ് 8 മണിക്ക് മുമ്പേ ഞാൻ നോട്ട് വിട്ടായിട്ട് പോയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എക്സാം ഹോളിൽ കയറി 1 hour മുന്നേ റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടൊന്നും പിന്നെ ഫോൺ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ. അപ്പോൾ അതിനകത്ത് ചില ജെനറ്റിക് ഫാക്ടേഴ്സിനെ പറ്റിയാണ് ഞാൻ അതിൽ ഡീൽ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരുപാട് ജെനറ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം ജീൻസ് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചില ഡിസീസാണ്. അപ്പം ഈ അമ്മയെന്ന് ഇതിനകത്ത് പ്രീ കൺസെപ്ഷണൽ ഫാക്ടേഴ്സ്, ഈ ഗർഭം ധരിക്കാൻ പോകുന്ന സ്ത്രീ ഏതെങ്കിലും കാരണവശാൽ അവരുടെ പഴയ തലമുറയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ജെനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് പാത്രമാകുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീൻസ് ചില അബ്നോർമൽ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവർ വീണ്ടും കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ, കുട്ടികൾക്ക് ജന്മമാകുമ്പോൾ ഈ പറയുന്ന ഡിസീസൊക്കെ കുട്ടികളിലും വരാം. അത് ഡിസബിലിറ്റിയോ ഹാൻഡിക്യാപ്പോ ഒക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാക്കാം. അതാണ് പറയുന്നത്, എനി ഓൾട്ടറേഷൻ ഇൻ ജീൻസ് ഓർ ക്രോമസോംസ് ഡ്യൂ ടു എനി ഡിഫക്റ്റ്. അപ്പോൾ അതാണ് ഈ പ്രീ കൺസെപ്ഷണൽ ഫാക്ടേഴ്സ്. അതായത് ആ അമ്മ ഒരുപക്ഷെ അതായത് ഗർഭം ധരിച്ചില്ല, കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അവരുടെ ജീൻസിൽ ഈ ഡിഫക്റ്റീവ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അവരെപ്പം പ്രഗ്നൻ്റ് ആകുന്നോ, എപ്പോൾ ഡെലിവറി ആകുന്നോ, അവർ ജന്മം കൊടുക്കുന്ന കുട്ടികൾക്കും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രീ കൺസെപ്ഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അത് കൂടുതലും ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഈവൻ നമ്മൾ മെൻ്റൽ ഡിസീസ് പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട്. ചില ക്രോണിക് ഡിസീസൊക്കെ, ഷിസോഫ്രനിയ എന്ന് പറയുന്ന ക്രോണിക് ഡിസീസൊക്കെ തന്നെ അതായത് അവരുടെ ആൻസസ്റ്റേഴ്സിന് പിൻതലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ജീൻസ് വഴി നെക്സ്റ്റ് തലമുറയ്ക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രീ കൺസെപ്ഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആൻറ്റിനേറ്റൽ ഓർ ഇൻട്രാനേറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ആൻറ്റിനേറ്റൽ ആൻഡ് ഇൻട്രാനേറ്റൽ ഫാക്ടേഴ്സ്, ആൻറ്റി മീൻസ് ബിഫോർ ചൈൽഡ് ബർത്ത്, അല്ലെങ്കിൽ കുട്ടി ജന്മം എടുക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻട്രാനേറ്റൽ മീൻസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡെലിവറി. ഈ 2 സമയത്തും പല കാരണങ്ങളുണ്ടാകാം ഹാൻഡിക്യാപ്പ് ഉണ്ടാകാൻ വേണ്ടി. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ അസ്ഫിക്സിയ, അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ സപ്ലൈ ഡ്യൂറിങ് ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വേടിൻ്റെ അർത്ഥം പ്രഗ്നൻസി ടൈം എന്നാണ്. അപ്പം കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന ആ അവസ്ഥയാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രഗ്നൻസി അഥവാ ജസ്റ്റേഷൻ എന്ന് പറയുന്ന പീരീഡ് 40 weeks ആണ്.
നമ്മുടെ നാട്ടുകാരൊക്കെ പറയുന്ന 10 മാസം എന്നല്ല, നമ്മളെപ്പോഴും ഈ പറയുന്ന ഒബ്സ്റ്റട്രിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വീക്സ് വഴി പറയണമെന്നാണ്. അപ്പം 40 ആഴ്ച, മനസ്സിലായോ? അപ്പം ആ 40 വീക്സ് ആണ് ഒരാളുടെ ഈ ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. ആ 40 വീക്സ് ആണ് നോർമലി ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കേണ്ട സമയം. അതിനാണ് ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഏതെങ്കിലും കുട്ടിക്ക് സഫീഷ്യൻ്റായിട്ട് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അമ്മയുടെ പ്ലാസൻ്റയ്ക്ക് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ അമ്മയിൽ നിന്ന്, അമ്മയുടെ രക്തത്തിൽ നിന്നാണല്ലോ ഓക്സിജനേറ്റഡ് ബ്ലഡ് പ്ലാസൻ്റയിലെത്തും. പ്ലാസൻ്റയിൽ നിന്ന് അംബിളിക്കൽ കോഡ് വഴി കുട്ടിയിലും എത്തും. അപ്പോൾ ഈ പറയുന്ന അനാറ്റമിയിലോ അതിൻ്റെ ഫങ്ഷനിലോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടായാൽ കുട്ടിക്ക് ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ സഫീഷ്യൻ്റ് ഓക്സിജൻ കിട്ടത്തില്ല. അങ്ങനെ സഫീഷ്യൻ്റ് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴും ഈ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് കൺജനിറ്റൽ അനോമലീസ് അല്ലെങ്കിൽ ഒക്കെ വരാം. മനസ്സിലായോ? പിന്നെ പ്രൊലോങ്ഡ് ആൻഡ് ഡിഫിക്കൽട്ട് ലേബർ. അപ്പം കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട്. ഇത്ര സമയം കൊണ്ട്, അതായത് ബർത്ത് കനാൽ, സർവീക്സ് ഒക്കെ ഡയലേറ്റ് ചെയ്യണം, ഇത്ര സമയം കൊണ്ട് കുട്ടി ഇറങ്ങി വരണം. അതിന് പ്രത്യേക ഒരു മെക്കാനിസം ഉണ്ട്. അതൊക്കെ നമ്മൾ 4th ഇയർ ആകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഒബ്സ്റ്റട്രിക് ഗൈനക്കോളജിയിൽ ക്ലാസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ അതിനകത്ത് ആ സമയത്തിന് ഒത്തിരി ഒരുപാട് സമയം എടുത്ത് ഡെലിവറി ആകുക. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടി അണ്ടർ പ്രഷറിലായിരിക്കുമല്ലോ അപ്പം എപ്പോഴും. ആ ഒരു ബർത്ത് കനാലിൽ കൂടെ കുട്ടി ഇറങ്ങി വരണ്ടേ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള മെക്കാനിസം പെട്ടെന്ന് സെർവിക്സ് ഒക്കെ ഡയലേറ്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈസി ഡെലിവറിയാണ്, പെട്ടെന്ന് വരും, കുട്ടി പെട്ടെന്ന് കരയും, അങ്ങനെയുള്ള വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന എന്തെങ്കിലും മദറിന് പെൽവിസിൻ്റെ അനാറ്റമിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇറങ്ങി വരേണ്ട കുട്ടിയുടെ തല വലുതാണ്, ഹൈഡ്രോകെഫാലസ് ആണ്, അല്ലെങ്കിൽ കുട്ടിയുടെ അകത്ത് കിടക്കുന്ന ആ ഒരു പൊസിഷനും പോസ്റ്ററും ഒന്നും ശരിയല്ല. ഇപ്പോൾ തലയാണ് ആദ്യം ഇറങ്ങി വരേണ്ടത്, അതിന് പകരം കുട്ടിയുടെ ബട്ടക്സ് ആയിരിക്കും ആദ്യം ഇറങ്ങി വരുന്നത്, ചിലപ്പോൾ ഷോൾഡർ ആയിരിക്കും ആദ്യം ഇറങ്ങി വരുന്നത്. അങ്ങനെ കുട്ടി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുക, അപ്പോൾ പ്രോപ്പർലി ഇറങ്ങി വരാൻ കഴിയാതിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ സമയം എടുക്കും കുട്ടിയെ ഡെലിവറി ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് പ്രോപ്പർ ഓക്സിജനേഷനൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അങ്ങനെയുള്ള കുട്ടിക്ക് അണ്ടർ പ്രഷറിലൊക്കെ ഡെലിവറി ആകുമ്പോൾ കുട്ടി പെട്ടെന്ന് കരയണമെന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രീത്ത് എടുക്കാൻ താമസിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്സിജൻ പ്രോപ്പർലി ബ്രെയിനിലെത്തത്തില്ല. അപ്പോൾ സെർബ്രൽ അനോക്സിയ ഉണ്ടാകും. അപ്പോൾ സെർബ്രൽ അനോക്സിയ എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ്സിനൊക്കെ അപ്പുറമായി പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ നെക്രോസിസോ അല്ലെങ്കിൽ ഹൈപ്പോക്സിയയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ മെൻ്റൽ റിട്ടാർഡേഷന് അല്ലെങ്കിൽ സെർബ്രൽ പാൾസി അങ്ങനെയുള്ള ചില ഡെവലപ്മെൻ്റൽ ബ്രെയിനിൻ്റെ പ്രോബ്ലമായിട്ട് ബ്രെയിനിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ വേറെ ചില രോഗങ്ങൾ ഈ പറഞ്ഞ പോലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതാണ് പറയുന്നത് ബർത്ത് ട്രോമ ഓർ ബർത്ത് അസ്ഫിക്സിയ. ഈ ബർത്ത് ട്രോമ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു പ്രൊലോങ്ഡ് ലേബർ ആൻഡ് ഡിഫിക്കൽട്ട് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി. അതായത് ചിലപ്പം കുട്ടിയെ പെട്ടെന്ന് ഡെലിവറി നടക്കാതൊക്കെ ഇരിക്കുമ്പം ചിലപ്പോൾ ഫോഴ്സപ്സ് ഡെലിവറി എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഫോഴ്സപ്സ് എന്ന് പറയുന്ന ഒരു കാര്യം വജീനയിൽ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് കുട്ടിയുടെ തല വലിച്ചെടുക്കുന്ന ഒരു കണ്ടീഷനാണത്, ഫോഴ്സസ് ഡെലിവറി. അതുപോലെ തന്നെ വാക്യൂം എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിനകത്തും കുട്ടി പെട്ടെന്ന് നോർമലി ഡെലിവറി ആകാതെ ഒത്തിരി ഡിഫിക്കൽട്ട് ലേബറൊക്കെ ആണെങ്കിൽ ഈ സക്ഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കുട്ടിയുടെ തലയിൽ അപ്ലൈ ചെയ്ത് കുട്ടിയെ വലിച്ച് വെളിയിലേക്ക് എടുക്കുക. മനസ്സിലായോ? അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറിയാണ്. അപ്പം നോർമൽ ഡെലിവറി അല്ല, ചില ഉപകരണങ്ങളുടെ സഹായത്തോടെ ഡെലിവറി പ്രോബ്ലം ഇല്ലാതെ നടത്താൻ ശ്രമിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി എന്ന് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി നടത്തുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോഴ്സപ്സ് ഒക്കെ ഇട്ട് കുട്ടിയുടെ തലയിൽ പിടിക്കുക എന്ന് പറയുമ്പം ഈ ഫോഴ്സപ്സ് ഇടുമ്പം തലയിലോട്ടല്ല സ്ട്രെങ്ത് ചെല്ലുന്നത്. അപ്പോൾ അവിടെ കംപ്രഷനൊക്കെ ചിലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കുട്ടിക്ക് അഗെയിൻ ഹെഡ് ഇഞ്ചുറി വരാനോ ഹെഡിൻ്റെ ബോണിൽ കംപ്രഷൻ ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറിയും ഒരു ആൻറ്റിനേറ്റൽ അല്ലെങ്കിൽ ഇൻട്രാനാറ്റൽ ഫാക്ടറാണ് കൺജനിറ്റൽ പ്രോബ്ലം അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടാക്കാൻ. പിന്നെ ബ്രീച്ച് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ, കുട്ടി ശരിക്കും പറഞ്ഞാൽ തല താഴെയായിട്ട് ആണ് കിടക്കേണ്ടത് യൂട്രസിൽ നോർമൽ പൊസിഷൻ. അതിന് പകരം വേറെ ഏതെങ്കിലും ഭാഗം തല തിരിഞ്ഞ് കിടക്കുക. അതെന്ന് വെച്ചാൽ കുട്ടിയുടെ ബട്ടക്സ് ആയിരിക്കും ഇറങ്ങി വരുന്ന പോലെ അതിൻ്റെ ഈ സർവിക്സിനെ ഫേസ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇറങ്ങി വരാൻ പ്രയാസമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഉണ്ട്, ആ മെക്കാനിസത്തിൽ കൂടെ തല പെട്ടെന്ന് അഡിക്കേറ്റ് പെൽവിസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു മെക്കാനിസത്തിൽ കൂടെ കുട്ടി പെട്ടെന്ന് യൂട്രൈൻ കൺട്രാക്ഷൻ നടക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ഇറങ്ങി വരും. അത് നോർമൽ ഡെലിവറിയാണ്. അത് കുട്ടിക്ക് നേരായ പൊസിഷനിലൊക്കെ യൂട്രസിനകത്ത് കിടക്കണം. മനസ്സിലായോ? അല്ലാതെ വരുമ്പോൾ ഈ ബ്രീച്ച് ഡെലിവറി എന്നൊക്കെ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഡെലിവറിയാണ്. ആ സമയം പ്രൊലോങ്ഡ് ലേബർ ഉണ്ടാക്കും, ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെ വരുമ്പം അവിടെ കോംപ്ലിക്കേഷൻസോ
ഡെലിവറി ഉണ്ടാകാം. അപ്പോൾ കുട്ടി അനോക്സിയ, ബർത്ത് അസ്ഫിക്സിയ ഉണ്ടാകാം. അങ്ങനെ ഈ പറയുന്ന ഇൻട്രാനേറ്റൽ ഫാക്ടറായിട്ട് അത് പരിണമിക്കും. ഓക്കെ. പിന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ്, അതായത് കുട്ടിയുടെ തല ഇറങ്ങി വരുന്നതിന് ഒരു മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ല. അങ്ങനെ വരാതെ ചിലപ്പം കുട്ടിയുടെ തല പുറയിലോട്ട് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം സ്പൈനൽ കോഡും ബ്രെയിനും എല്ലാം കൂടെ ഒരു കനാലായിട്ട് ബ്രെയിനിൻ്റെ ഭാഗമായിട്ട് സ്പൈനൽ കോഡ് താഴെ വരെ കോക്സിസ് വരെ എത്തുന്നൊരു സാധനമാണ്. അപ്പം ഹൈപ്പർ എക്സ്റ്റൻഡ് ഹെഡൊക്കെ ഉണ്ടായാലും എഗെയിൻ അവിടെ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഒക്കെ ആ കുട്ടിക്ക് ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകാം. അത് ഒരുപക്ഷെ പാരലൈസ്ഡ് ആകുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് വിച്ച് മേ ലീഡ് ടു ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ആൻറ്റിനേറ്റൽ ആൻഡ് ഇൻട്രാനേറ്റൽ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? അസ്ഫിക്സിയ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓക്സിജൻ സപ്ലൈ ഡ്യൂറിങ് ജസ്റ്റേഷൻ, പ്രൊലോങ്ഡ് ഓർ ഡിഫിക്കൽട്ട് ലേബർ, ദെൻ ബർത്ത് ട്രോമ ഡ്യൂ ടു പ്രൊലോങ്ഡ് ലേബർ ആൻഡ് ഡിഫിക്കൽട്ട് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, ദെൻ ബ്രീച്ച് ഡെലിവറി ആൻഡ് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് വിച്ച് മേ ലീഡ് ടു ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ആൻറ്റിനേറ്റൽ ആൻഡ് ഇൻട്രാനേറ്റൽ ഫാക്ടേഴ്സ് വിച്ച് മേ ആക്ട് ആസ് എ കോസറ്റീവ് ഫാക്ടർ ഓഫ് ഹാൻഡിക്യാപ്പ് വിച്ച് ക്യാൻ ലീഡ് ടു ഇമ്പയർമെൻറ്റ് ഓർ ഹാൻഡിക്യാപ്പ്. ഓക്കെ. ഇനി അടുത്തത് പോസ്റ്റ് നേറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടി ഓൾറെഡി ഡെലിവറി ആയി, ആൻറ്റിനേറ്റൽ പീരീഡിലും ഇൻട്രാനേറ്റൽ പീരീഡിലും ഒന്നും പ്രശ്നമില്ലായിരുന്നു, കുട്ടിയെ ഡെലിവറി ആയി, കുട്ടി വെളിയിലായി അല്ലേ. അങ്ങനെ വരുമ്പം ജന്മം എടുത്തു കഴിഞ്ഞ് ചില ഫാക്ടേഴ്സൊക്കെ ഉണ്ടാകാം കുട്ടിക്ക്, അതായത് പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സ്. അതായത് മെയിൻലി അതിനകത്ത് ബയോകെമിക്കൽ ഫാക്ടേഴ്സ് വരും. ഈ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി കുട്ടിയെ ഒരുപക്ഷെ ഹൈപ്പോകാൽസീമിയ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഇൻ ബിലിറൂബിൻ കോൺസെൻട്രേഷൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ഈ പറയുന്ന മെയിൻലി ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോകാൽസീമിയ ആൻഡ് സം അബ്നോർമാലിറ്റീസ് ഇൻ ദ സീറം ബിലിറൂബിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ്നേറ്റൽ ഫാക്ടറായിട്ട് കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റിലെ പ്രോബ്ലംസ്, ഹാൻഡിക്യാപ്സ് ഒക്കെ ഉണ്ടാകാം. പിന്നെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്, എക്സാമ്പിൾ മെയിൻലി ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത്, എക്സാമ്പിൾ എൻകെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, അങ്ങനെയുള്ള മെയിൻലി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഈവൻ പോളിയോമൈലൈറ്റിസും ആകാം. മനസ്സിലായില്ല? പോളിയോമൈലൈറ്റിസ് വരുമ്പോഴല്ലേ നമ്മളതിനല്ലേ വാക്സിനേഷൻ കൊടുക്കുന്നത്. പോളിയോ എഗൻസ്റ്റായിട്ട് വാക്സിനേഷൻ അവൈലബിൾ ആയപ്പോൾ തൊട്ട് അങ്ങനെയുള്ള ഡിസബിലിറ്റി ഒക്കെ കുറവാണ്. പക്ഷേ അതിന് മുമ്പ് ഈ പറയുന്ന പോളിയോമൈലൈറ്റിസ് വിച്ച് ഈസ് ആൻ വൈറൽ ഇൻഫെക്ഷൻ വിച്ച് ഈസ് ഒക്കറിങ് ഇൻ ഇൻഫൻസ് ആഫ്റ്റർ ബർത്ത് യൂസ് ടു ലീഡ് ടു പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സ്. പിന്നെ ട്രോമ എന്ന് പറയുന്നതിനകത്ത് മെയിൻലി ഉള്ളത് പല കുട്ടി ജനിച്ചു കഴിഞ്ഞുള്ള പല ട്രോമ ഉണ്ടാകുന്ന പല കാരണങ്ങളും ഒരുപക്ഷെ ഈ പറയുന്ന കൺജനിറ്റൽ അനോമലീസ് ഉണ്ടാകാം. അതിനകത്ത് സെറിബ്രൽ കൺഡ്യൂഷൻ. ഇപ്പം സെറിബ്രൽ കൺഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി കട്ടിലേന്ന് താഴെ വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിന് കൺഡ്യൂഷനോ ഫ്രാക്ചറോ ഒക്കെ ഉണ്ടാകാമല്ലോ, അതൊരു കാരണമാണ്. പിന്നെ സെറിബ്രൽ ഹെമറേജ്, ഹെഡ് ഇഞ്ചുറി, ഇത് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടാകാം, അല്ലാതെ ഏതെങ്കിലും ഇപ്പോൾ കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീഴുക, അല്ല കട്ടിലിൽ നിന്ന് താഴെ വീഴുക, അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ കുട്ടിക്ക് ഇഞ്ചുറി ഉണ്ടാകുക. എങ്ങനെയായാലും ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ആ പറയുന്ന ട്രോമ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കും. ഓക്കെ. അതിനകത്ത് അത് കൂടുതലും ന്യൂറോളജിക്കൽ ഡെഫിസിറ്റൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ പറയുന്ന അത് ഒന്നുകിൽ അത് ഡിസബിലിറ്റി ആയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പാരാലിസിസോ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓർത്തോപെഡിക് പ്രോബ്ലമായിട്ടും വരാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രോമയിൽ വരുന്നത്. പിന്നെ അടുത്തത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസാണ്. ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻലി ഡെഫിഷ്യൻസീസ് ലൈക്ക് വൈറ്റമിൻ എ ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി, ഇത് രണ്ടുമാണ് കൂടുതലും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, വൈറ്റമിൻ എയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. മനസ്സിലായോ? അത് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സായിട്ട് വിച്ച് മേ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കെൽറ്റൽ ഡിഫോമിറ്റീസ് എക്സെട്ര. പിന്നെ അടുത്തത് മെറ്റേണൽ ഫാക്ടേഴ്സാണ്. ഈ മെറ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ അമ്മയിൽ നിന്നുണ്ടാകാവുന്ന, അമ്മയുടെ സോഴ്സിൽ കൂടെ ഉണ്ടാകാവുന്ന ചില കാരണങ്ങൾ. അതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിൻലി RH ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് മദർ ഒരു പോസിറ്റീവ് കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻറ്റിബോഡി റിയാക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന്. രണ്ടാമത്തെ, മെഡിക്കേഷൻ ഗിവൺ ടു ദ മദർ ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 monthsലാണ് കുട്ടിയുടെ എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത്
ആ ഓർഗാനിക് ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസും മദർ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ ടെറട്രോജനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് എനി കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് മേ ബി ഇൻ്റർഫിയറിങ് വിത്ത് നോർമൽ ഓർഗൻ ഫോർമേഷൻ ഇൻ ദ ചൈൽഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 3 months of time when the child is in uterus. അപ്പോൾ ആ സമയത്ത് ചില കാര്യങ്ങൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇന്ന മെഡിസിൻ കഴിക്കാൻ പാടില്ല. ഡോക്ടേഴ്സ് പലരും പല മെഡിസിനും പ്രഗ്നൻറ്റ് മദറിന് കൊടുക്കത്തില്ല. പിന്നെ ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പം തീർച്ചയായിട്ടും മദർ വേറെ ഏതെങ്കിലുമൊക്കെ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴും പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അവരോട് പറയണം. അതുപോലെ തന്നെ തലവേദന വരുമ്പോൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ അനാൽജിൻ ഇങ്ങനെയുള്ള ഒരു ഡ്രഗ്സും ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസിൽ ഇൻക്ലൂഡിങ് ഈവൻ വൈറ്റമിൻസ് പോലും എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും മദർ ഏതെങ്കിലുമൊക്കെ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൺജനിറ്റൽ അനോമലീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് മെഡിക്കേഷൻ ഗിവൺ ടു ദ മദർ ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പം പ്രഗ്നൻ്റ് ആവുന്ന മദർ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഫസ്റ്റ് 3 months ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും തന്നെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് അവയർനെസ് കൊടുക്കണം, അവർക്ക് അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം അവരെപ്പോഴും ആൻറ്റിനെറ്റൽ ചെക്കപ്പിനൊക്കെ ക്ലിനിക്കിലൊക്കെ വരുമല്ലോ. പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒക്കെ പോകുമ്പം ഡോക്ടേഴ്സും അവരെ കെയർ ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും എപ്പോഴും അവർക്ക് ഇതിനെപ്പറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പല മെഡിസിൻ മദർ എടുത്ത് കഴിച്ചെന്നിരിക്കാം. അത് നിരപരാധിയായ ഒരു കുട്ടിയുടെ ഹോൾ ലൈഫിനെ ബാധിക്കത്തക്ക ഒരു പ്രശ്നം, ഒരു കൺജനിറ്റൽ അനോമലി അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഒരു കുട്ടിക്ക് ഉണ്ടാക്കും. മദറിൻ്റെ ഇഗ്നറൻസ് കൊണ്ട് അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നവരുടെ ഇഗ്നറൻസ് കൊണ്ട് ഒക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലേ? അതിന് നിരപരാധിയായിട്ട് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ് അതിൻ്റെ ആയുഷ്കാലം മുഴുക്കെ സഫർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, അതായത് ഒന്നിലധികം ഫീറ്റസ് ഒരേ സമയം ഡെലിവറി ചെയ്യുന്നതിന് നമ്മൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അത് ഇരട്ടകളോ 3 ആളുകളോ 4 5 ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് ഒക്കെ ഫുള്ളി ആകണമെന്നില്ല. കാരണം കുറച്ച് സ്പേസിൽ ഒരാൾ കിടക്കേണ്ടടുത്ത് 2 പേര് 3 പേര് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും പ്രോബ്ലം ഉണ്ടാകാം. അതാണ് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയും എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടാകാം, മെറ്റേണൽ ഫാക്ടറാണ്. പിന്നെ ഫോഴ്സസ് ഡെലിവറി, അത് മുൻപേ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, അതായത് ഡിഫിക്കൽട്ട് ലേബറൊക്കെ ആകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ഫോഴ്സസ് ഡെലിവറിയൊക്കെ അല്ലെങ്കിൽ ഒബ്സ്റ്റെട്രീഷ്യൻസ് ഫോഴ്സസ് ഉപയോഗിക്കും കുട്ടിയെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതും ഒരു പ്രോബ്ലം ഉണ്ടാകാം. പിന്നെ പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുട്ടി ഒരു ഫ്ലൂയിഡിനകത്ത്, അതായത് യൂട്രസിനകത്ത് ഒരു ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സാക്കിനകത്താണ് ബേബി കിടക്കുന്നത്. കണ്ട, അതിന് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നും ആംനിയോട്ടിക് മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു പാവയിടുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെയാണ് യൂട്രസിനകത്ത് ഒരു ഇൻട്രാ യൂട്രൈനായിട്ട് ഒരു ക്യാവിറ്റിക്കകത്താണ് കുട്ടി കിടക്കുന്നത്. ഒരു ക്യാവിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡിനകത്താണ്. ആ ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നും മറ്റേതിന് ആംനിയോട്ടിക് ക്യാവിറ്റി എന്നും ഒക്കെ പറയും. ഇതെപ്പോഴും ഇൻടാക്റ്റാണ്. ഡെലിവറിയുടെ കുറച്ച് മുമ്പ് മാത്രമേ ഈ മെംബ്രെയിൻ റപ്ചർ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ആ സമയത്ത് ഡെലിവറി നടക്കുന്ന സമയത്താണ് അത് റപ്ചർ ചെയ്യുന്നതും കുട്ടി വെളിയിൽ വരുന്നത്. അതുവരെ ഈ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു സൈക്കാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ക്യാവിറ്റി ഒക്കെ. അത് വളരെ നേരത്തെ മെംബ്രെയിൻ റപ്ചറായി പോയാൽ, അതായത് ഡെലിവറിക്ക് മുമ്പേ തന്നെ റപ്ചറായി പോയി കഴിഞ്ഞാൽ, അപ്പം നമുക്കറിയാമല്ലോ അതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വജൈനയൊക്കെയാണ്. ആ വജൈനയിൽ കൂടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഓർഗാനിസം കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഉള്ളതും ഒരു ഫാക്ടറാണ്, മെറ്റേണൽ ഫാക്ടറാണ്, വിച്ച് ക്യാൻ ലീഡ് ടു ഇൻഫെക്ഷൻ ടു ദ ഇൻട്രായൂട്രൈൻ ഇൻഫെക്ഷൻ ആൻഡ് ഓൾസോ which can adversely affect the baby, leading to some infections. For example, meningitis എന്തെങ്കിലുമൊക്കെ എൻകഫലൈറ്റിസോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ കുട്ടികൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഒന്നാണ് കോഡ് പ്രൊലാപ്സ്, അതായത് കുട്ടി ജന്മം കുട്ടി വെളിയിൽ വന്നു കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമായിട്ടുള്ള അംബലിക്കൽ കോഡെന്ന് പറയുന്ന സാധനം കട്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് വെളിയിൽ വന്ന് കഴിയുമ്പോൾ. മനസ്സിലായോ? അതുവരെ അത് സെക്യൂർ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. കാരണം അമ്മയിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കുട്ടിയിലേക്ക് ചെല്ലേണ്ടത് അംബിളിക്കൽ കോഡ് വഴിയാണ്. അതുപോലെ കുട്ടിയിൽ നിന്നും അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് മദറിലേക്ക് പോകുന്നതും അംബിളിക്കൽ കോഡ് വഴിയാണ്. അപ്പോൾ അംബിളിക്കൽ കോഡ്
കുട്ടി ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്നിടം വരെ കുട്ടിയുടെ ഓക്സിജനേഷൻ നടക്കുന്നത് അംബിലിക്കൽ കോഡിൽ കൂടെയാണ്. അപ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞ് കുട്ടി കുഴപ്പമൊന്നുമില്ല, പിങ്കാണ്, സൈനസ് ഒന്നും അല്ല, കുട്ടിക്ക് ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കി കഴിയുമ്പോഴാണ് നമ്മൾ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അംബിലിക്കൽ കോഡിൻ്റെ നോർമൽ ഫങ്ഷൻ. പക്ഷേ ചില സമയങ്ങളിൽ ഈ അംബിലിക്കൽ കോഡ് കുട്ടി വരുന്നതിന് മുമ്പേ തന്നെ പ്രൊലാപ്സ് ചെയ്ത് വെളിയിലേക്ക് വരാറുണ്ട്. അതിന് കോഡ് പ്രൊലാപ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ചില കുട്ടികളുടെ ഓക്സിജനേഷനെ അത് ബാധിക്കും. അപ്പോൾ ഓക്സിജനേഷനെ ബാധിച്ചു കഴിഞ്ഞാൽ സെറിബ്രൽ അനോക്സിയ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്ന അതിൻ്റേതായ കോംപ്ലിക്കേഷനും ഉണ്ടാകും. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മദറിന് ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ഉള്ള മദറാണെങ്കിൽ, അത് സിസ്റ്റമിക് ഡിസീസ് ഉള്ള മദർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഈ വേറെ ചില പ്രശ്നങ്ങളും കുട്ടിക്കുണ്ടാകാം. മുമ്പേ പറഞ്ഞല്ലോ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ വേരിയേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ അമ്മയുടെ BP വരി ഹൈ ആണെങ്കിൽ അതിനൊരു പ്രത്യേക പേരുണ്ട്, പ്രീ എക്ലാംസിക് ടോക്സീമിയ എന്ന് പറയും. PET എന്നൊക്കെ ഷോർട്ട് ഫോമിൽ പറയുന്ന ഒരു കണ്ടീഷനാണ്. അമ്മയുടെ അതായത് BP ഹൈ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ചിലപ്പോൾ ടേം ആകുന്നതിന് മുമ്പേ തന്നെ സിസേറിയൻ വഴിയെങ്കിലും കുട്ടിയെ വെളിയിലെടുത്തിരിക്കും. കാരണം അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടിക്ക് പ്യുവർ ഓക്സിജനേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. തന്നെയല്ല അത് ഗ്രോത്ത് റിട്ടാർഡേഷനും ഒക്കെ ഉണ്ടാകും. അങ്ങനെ വരുന്നതന്നെയാണ് കുട്ടിയെ നേരത്തെ ആയിട്ട് പ്രമിച്ചറായിട്ട് തന്നെ ഡെലിവറി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ സിസേറിയൻ വഴി കുട്ടിയെ എടുത്തിരിക്കും. അതാണ് പറയുന്നത് മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ ഇനിയും നമുക്ക് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഫാമിലീസ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാകുമ്പോൾ, അതായത് ഡിസേബിൾഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹാൻഡിക്യാപ്ഡ്, ഡിഫോമിറ്റി ഉള്ളതുണ്ടാകുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫാമിലീസ്. അതിനകത്ത് മെയിൻലി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഷോക്ക് ആൻഡ് ഡിനയൽ. ഒരു അച്ഛനും അമ്മയും എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടെന്നോ ഒന്നും അവർ അംഗീകരിക്കാനും ആദ്യത്തെ ഇൻസിഡൻറ്റിൽ വിശ്വസിക്കാനും അവർ തയ്യാറാകത്തില്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ്, അതായത് ഷോക്ക് ആൻഡ് ഡിനയൽ ഓഫ് ദ പേരൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് ഏത് ഒരു ദുരവസ്ഥയാണെങ്കിലും ഒരു കുട്ടിക്കുണ്ടെന്ന് അറിഞ്ഞാൽ അവർ പേരൻസ് ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ ഷോക്ക്, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. കുറച്ച് സമയം എടുക്കും അവരതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ. അപ്പം സെക്കൻഡ് വൺ പ്രോബ്ലം ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടാൻ പോകുന്നെന്നുള്ള ആ പേരൻസിൻ്റെ ആ ഒരു മാനസികാവസ്ഥയോട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതാണ് പറയുന്നത് പ്രോബ്ലം ഓഫ് ദേ വിൽ ടേക്ക് എ ടൈം ഓഫ് പ്രോബ്ലം ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ബെറീമെൻറ്റും ഒക്കെ നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് ഇങ്ങനെയുള്ള പല പല സ്റ്റേജിൽ കൂടെയാണ് ഒരു ട്രാജഡിയെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് അതിനെ അവസാനം അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മെക്കാനിസം പഠിക്കുന്നുണ്ട് അല്ലേ. അതിനകത്ത് ഉള്ള ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് ഷോക്ക് ആൻഡ് ഡിനയൽ, സെക്കൻഡ് ഈസ് പ്രോബ്ലം ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ മൂന്നാമത്തത് റീഇൻറ്റഗ്രേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. പിന്നെ പതുക്കെ മനസ്സിനെ പാകപ്പെടുത്തി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും. പിന്നെ അവസാനത്തെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, അത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകത്തില്ല, ഫ്രീസിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ വീട്ടിൽ തന്നെ ഇട്ട് പരിചരണം കൊടുക്കാതെ തന്നെ അതിനുവേണ്ടി പ്രത്യേകമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പം അവിടെ കൊണ്ടുപോയി അവരെ അവിടെ ആക്കുക. അപ്പം അവർക്ക് വേണ്ട കെയർ കിട്ടും. കാരണം എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അത്. അപ്പം ചിൽഡ്രൻ ഫോർ മെൻ്റലി അല്ലെങ്കിൽ ഹോം ഫോർ മെൻ്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ ഹോം ഫോർ ക്രിപ്പിൾഡ് അല്ലെങ്കിൽ ഹോം ഫോർ ഡിസേബിൾഡ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കുട്ടികളിൽ കൂടുതൽ ഇൻമേറ്റ്സും ഇങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട കെയറും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കാൻ പ്രത്യേക ശിക്ഷണം കിട്ടിയ ആൾക്കാരവിടെ കാണും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുക. അതായത് ചൈൽഡ് ഈസ് put out of family in some institution for their treatment and guidance. ആ ഒരു പ്രോസസ്സിനും പറയുന്നതാണ് ഫ്രീസിങ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഫാമിലീസ് ഓഫ് എ എക്സെപ്ഷണൽ ചിൽഡ്രൻ. എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ചലഞ്ച്ഡ് ചൈൽഡ്. പിന്നെ അടുത്തത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ട്രെൻഡ്, അതായത് ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് പേര് പണ്ടത്തേനെക്കാട്ടിൽ പെർസെൻറ്റേജൊക്കെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റിനും കെയറിനും വേണ്ടി ഇപ്പോൾ ചില പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ കെയർ ആൻഡ് ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് മെയിൻലി പഴയ ഒരു കാഴ്ചപ്പാടോടെ അല്ല
ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കെയറിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. ഒരു പഴയ കാഴ്ചപ്പാടോടെ അല്ല ഇപ്പോഴവരുടെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കെയർ. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഈസ് സ്റ്റാർട്ടഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. അതായത് കുട്ടികൾക്ക് ഒരു അംഗവൈകല്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. മെയിൻലി ട്രീറ്റ്മെൻറ്റ് കുറവായിരിക്കാം, പക്ഷെ അവർക്ക് കൂടുതലും റിഹാബിലിറ്റേഷനൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ള കഴിവുകൾ വെച്ച് അവർ ആ ഉള്ള കഴിവുകളെ പരിപോഷിപ്പിച്ച് മറ്റുള്ളവർക്കൊരു ബർഡൻ ആകാതെ സ്വന്തമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതാണ് മെയിൻലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മൊഡാലിറ്റിയുടെ പ്രത്യേകത. അപ്പം ഇൻ ഏർലിയർ ടൈംസ് ഹാൻഡിക്യാപ്സ് വെയർ ട്രീറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പത്തോളജിക്കൽ ഫൈൻഡിങ്സ് ആഫ്റ്റർ ദ ഡിഫക്റ്റ് ഓർ ഡിഫോമിറ്റി ബിക്കെയിം പെർമനൻറ്റ്. മനസ്സിലായോ? അതായത് ആദ്യമേ കുറച്ചൊക്കെ അവരെ എങ്ങനെയെങ്കിലും ഇതെന്താണ് എങ്ങനെയെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തരത്തിൽ അവരെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. മറ്റേതൊന്ന് കൺഫർമേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത് ശരിയാകുമോ എന്നൊക്കെ ഒരു ട്രയൽ നോക്കാൻ വേണ്ടി പേരൻസ് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനല്ല. ദ ട്രീറ്റ്മെൻറ്റ് ഈസ് സ്റ്റാർട്ടഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. മനസ്സിലായോ? പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എംഫസിസ് ഈസ് ഗിവൺ ടു ദ പോസിറ്റീവ് ട്രേറ്റ്സ്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളിൽ എന്ത് ക്വാളിറ്റി റിമൈനിങ് ആയിട്ട് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ പരിപോഷിപ്പിക്കാൻ അവർ നോക്കുന്നത്, അല്ലാതെ എത്രമാത്രം ഡിസബിലിറ്റി ഉണ്ടെന്ന് നോക്കാനല്ല ശ്രമിക്കുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. അതായത് ഏർലിയർ എംഫസിസ് വാസ് ഓൺ ദ നെഗറ്റീവ് ട്രേറ്റ്സ്, ബട്ട് നൗ എ ഡേയ്സ് എംഫസിസ് ഈസ് ഓൺ പോസിറ്റീവ് ട്രേറ്റ്സ്. അതായത് കുട്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെ റിമൈനിങ് ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ അത് അവരെ ട്രെയിൻ ചെയ്ത് പോസിറ്റീവ് ട്രേറ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ അടുത്തത്, സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ സ്ക്രീനിങ്, അസസ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസിസ്. ഇപ്പോഴത്തെ കാലത്ത് ഇവരെ എല്ലാം അസസ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും അല്ലെങ്കിൽ അവരെ സ്ക്രീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി, അവരെ അസസ്മെൻ്റ് ചെയ്ത് പ്രോപ്പർ ഡയഗ്നോസിസ് എത്താനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഫോക്കസ് ഈസ് ഗിവൺ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഹോൾ ഫാമിലി. അതായത് ആ കുട്ടിയെ മാത്രമായിട്ട് ഇൻഡിവിജ്വലൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്താതെ ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വീട്ടുകാരെ എല്ലാം തന്നെ മാനസികമായിട്ട് അവരെ ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരെ മാനസികമായിട്ട് പരുവപ്പെടുത്തുക. അതായത് കുട്ടി വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് മറ്റുള്ള മക്കളെ പോലെ തന്നെ ആക്കിയെടുക്കണം എന്നുള്ള ഉള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള കഴിവുകൾ എടുക്കാൻ വേണ്ടി പേരൻസിനെ പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായില്ല? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവരെ മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുത്തി പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? വെൽഫെയർ ഏജൻസീസ് ഒക്കെ പഠിപ്പിച്ചപ്പം പല വെൽഫെയർ ഏജൻസി ടേക്കിംഗ് കെയർ ഓഫ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള മെയിൻ പ്രിൻസിപ്പിൾ പറഞ്ഞ് അവരെ മാറ്റി നിർത്താതെ അവരെ തന്നെ മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുത്തി പഠിപ്പിക്കുക. മനസ്സിലായി? എന്നിട്ട് കഴിയുന്നത്ര അവർ പഠിക്കാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുക. ഒരു തരത്തിനും അവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്താതെ അങ്ങനെ അവരെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാറ്റി പഠിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ഫോക്കസ് ഈസ് ഗിവൺ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഹോൾ ഫാമിലി എന്ന് പറയുന്നത് തന്നെ അതിന് വേണ്ടിയാണ്. പേരൻസിനും അച്ഛനും അമ്മയ്ക്കും അറിയണം ഈ കുട്ടിക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് അവർക്കും കൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ എംഫസിസ് ഗിവൺ ഓൺ ഫൈൻഡിങ് ഔട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദി ചൈൽഡ്. കുട്ടികളുടെ സ്ട്രെങ്ത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ സ്ട്രെങ്തിനെ ഡെവലപ്പ് ചെയ്യുക. മനസ്സിലായി? എങ്കിൽ മാത്രമല്ല, അല്ലാതെ അങ്ങനെ ആയിപ്പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കുട്ടിയുടെ എത്രമാത്രം സ്ട്രെങ്ത് അതിന് റിമൈനിങ് ആയിട്ട് അതിൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി കുട്ടിയെ ആ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ട്രീറ്റ്മെൻറ്റും കെയറും കൊടുക്കുക. പിന്നെ അടുത്തത്, നൗ പേരൻസ് ആർ ആസ്ക്ഡ് ടു വാട്ട് ദേ വാണ്ട് ടു ഡു ഫോർ ദ ചൈൽഡ് ആൻഡ് ദെയർ കൺസെൻറ്റ് ഈസ് ഓൾസോ ചെയ്യണം. അതായത് പേരൻസിനും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അവരുടെ റിഹാബിലിറ്റേഷനിൽ. അതുകൊണ്ട് അവരുടെ കൺസെൻറ്റും കൂടെ എന്താണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള അവരുടെ അഭിപ്രായങ്ങളും കൂടെ അറിഞ്ഞിട്ട് അവരുടെ കൺസെൻറ്റ് എടുത്തിട്ട് അവരുടെ പെർമിഷനോട് കൂടിയാണ് എല്ലാ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ മെഷേഴ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്തത്, നൗഡേയ്സ് ദേ ആർ ട്രീറ്റഡ് ബൈ ഹെൽത്ത് കെയർ ടീം. അതായത് ഒരാൾക്ക് മാത്രമായി, പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, ഒരാൾ മാത്രമേ, ഒരു ട്രീറ്റിംഗ് ഡോക്ടറിനായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏർലിയർ ടൈം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവരെ ഒരു ടീം ഓഫ് ഹെൽത്ത് മെമ്പേഴ്സാണ് അല്ലെങ്കിൽ ഹെൽത്ത് ടീമാണ് അവരെ കെയർ ചെയ്യുന്നത്. അതിനകത്ത് ഡോക്ടേഴ്സ് മാത്രമല്ല, അതുകൂടാതെ നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കർ, കൗൺസിലർ, ഇങ്ങനെയുള്ളവരൊക്കെ കാണും. അപ്പോൾ ഒരു ടീം മെമ്പറിൻ്റെ കെയറാണ് അവർക്ക് എപ്പോഴും കിട്ടുന്നത്. പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഏർലിയർ ദ ഹാൻഡിക്യാപ്സ് ആർ ട്രീറ്റഡ് ബൈ ദ ഡോക്ടേഴ്സ് അലോൺ. ഇപ്പോൾ അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ ഹെൽത്ത് ടീം ഈസ് ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ടു ട്രീറ്റ് ദം. അപ്പോൾ ഇത്രയാണ് കെയറിങ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ന്യൂ ട്രെൻഡ്സ് അല്ലെങ്കിൽ ചേഞ്ചിങ് ട്രെൻഡ്സ് അത് ഒത്തിരി പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ പറയുന്ന ഡിസേബിൾഡിൽ ഉണ്ടാക്കുന്നത്.
മനസ്സിലായോ? ഈ പിന്നെ തന്നെ എല്ലാ നിയമങ്ങളൊക്കെ തന്നെ അവർക്ക് സാധാരണ ഒരു പൗരനെ പോലെ ജീവിക്കാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ടെന്നും അതിനുവേണ്ട എല്ലാ ഫെസിലിറ്റിയും മറ്റുള്ളവർ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുമാണ് ഇപ്പോഴത്തെ തിയറി. മനസ്സിലായില്ല? അതുകൊണ്ടാണല്ലോ നമ്മൾ ബസ്സിൽ കയറുമ്പോഴും അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ട്രെയിനിനകത്ത് ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഡിസേബിൾഡിന് ഒരു കമ്പാർട്ട്മെൻറ്റ് വരെ ഏത് ട്രെയിനിലും ഉണ്ട്. മനസ്സിലായോ? ഒരു ഡിസേബിൾഡ് പേഴ്സണും അവരുടെ കൂടെ പോകുന്ന ഒരു അറ്റൻഡൻറ്റും എവിടെ ട്രാവൽ ചെയ്യാനും ഒരു സ്പെഷ്യൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് എല്ലാ ട്രെയിനിലും ഉണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ കയറിയാലും ഡിസേബിൾഡ് ഇരിക്കാനുള്ള സീറ്റുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ആദ്യത്തെ സീറ്റൊക്കെ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കണേ അല്ലേ? അത് ഡിസേബിൾഡിന്, അത് ബ്ലൈൻഡ് ആകാം, അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്പോ മെൻ്റലോ എന്തും ആകാം, അവർക്ക് വേണ്ടി സീറ്റുണ്ട്. പിന്നെ പറഞ്ഞില്ല, ജോലി കിട്ടുന്നതിനകത്ത് അവർക്ക് ചില കൺസിഡറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അക്വയർമെൻറ്റ് ഓഫ് എ ജോബ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസബിലിറ്റിയെ പറ്റിയാണ്, ഇപ്പോൾ ഹാൻഡിക്യാപ്പിനെ പറ്റിയും ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ബ്ലൈൻഡ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെൻ്റൽ റിട്ടാർഡേഷൻ, സെറിബ്രൽ പാൾസി, പിന്നെ സോഷ്യൽ ഹാൻഡിക്യാപ്പ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നാളെ പഠിക്കണം. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ട് പോരണം. ഓക്കെ, നാളെ ഒരു ദിവസം കൊണ്ട് ഞാനത് ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ചിലർ, അവരോട് ഞാനിപ്പോൾ ഇതിനകത്തൂടെ ഗോത്രൂ ചെയ്യാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ ചില കുട്ടികൾക്കൊക്കെ പരീക്ഷ കഴിഞ്ഞു. ഞാൻ ഇന്നലെ പോയായിരുന്നു. ചില കുട്ടികൾക്ക് ഒരേ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഹോൾ ടിക്കറ്റ് പലരുടെയും ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ചിലരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞു പോയിട്ടുണ്ട്, ചിലർക്ക് സ്റ്റില്ലുണ്ട്. അപ്പം പഠിക്കാനുള്ള കുട്ടികൾ, സപ്ലി എഴുതാനുള്ള കുട്ടികൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ളവർ ഈ പറയുന്ന ക്ലാസ്സിന് റെഗുലറായിട്ട് ക്ലാസ് പോകും, അതെല്ലാം അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് നോട്ട് എഴുതുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പഠിക്കുക. മനസ്സിലായല്ലോ? അടുത്ത സപ്ലിമെൻ്ററിക്ക് തയ്യാറെടുക്കാതെ ഇപ്പോഴത്തെ റെഗുലർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഹു ഈസ് ആബ്സെൻറ്റ്. പിന്നെ ക്ലാസ് റെപ്പിന് സപ്ലി പരീക്ഷ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ആരെങ്കിലും ഉത്തരവാദിത്വം എടുത്ത് എന്നോട് പറയുക, നേരത്തെ ക്ലാസ് റെപ്പായിട്ടിരുന്നവരാരെങ്കിലും. ഓക്കെ.